Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds. Celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാന്റെയും അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടന്നു. കാസർഗോഡ് ഡിവിഷന്റെ പുതിയ ചെയർമാൻ KV സുരേന്ദ്രൻ. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിക്ക് മുന്നിൽ റോഡിൽ നിന്നുള്ള വഴി തടഞ്ഞും പുറത്തുനിന്നുള്ള കാഴ്ച മറച്ചും ആരോഗ്യവകുപ്പിന്റെ വക കൂറ്റൻ മതിൽ. ഇതോടെ ഇല്ലാതായത് രോഗികൾക്ക് ചുരുങ്ങിയ ചിലവിൽ മരുന്നുകൾ വാങ്ങി പെട്ടെന്ന് തിരിച്ചു പോകാനുള്ള അവസരം. കല്യാശ്ശേരി മണ്ഡലത്തിലെ ഏഴോത്തും കല്യാശ്ശേരിയിലും ആധുനിക രീതിയിലുള്ള വാതക ശ്മശാനങ്ങൾ ഒരുങ്ങുന്നു. ഏഴോത്തെ വാതക ശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് M. വിജിൻ MLA. മാലിന്യമുക്ത നവകേരളത്തിനായി നടത്തുന്ന ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഹരിത സ്ഥാപന പ്രഖ്യാപനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി പ്രഖ്യാപനം നിർവഹിച്ച് ഹരിത കർമ്മസേനാംഗങ്ങളെ ആദരിച്ചു. വാർത്തകൾ വിശദമായി. മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാന്റെയും അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ഭരണ സംവിധാനം എന്നതൊരു 3 ടയർ സംവിധാനമാണ്. ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ദേവസ്വം ബോർഡ്, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ്, എല്ലാ ഡിവിഷനുകളിലും ആ ഡിവിഷനിലെ ഭരണ ചുമതല നിർവഹിക്കുന്ന, ഇന്നിവിടെ ചുമതല ഏറ്റെടുത്തതുപോലുള്ള ഏരിയ കമ്മിറ്റികൾ, ഓരോ ക്ഷേത്രങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ട്രസ്റ്റി ബോർഡുകൾ, അത് പാരമ്പര്യ ഊരാളന്മാർ അടങ്ങുന്ന ട്രസ്റ്റി ബോർഡുണ്ട്. മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാന്റെയും അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടന്നു. കാസർഗോഡ് മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ KP പ്രദീപ് കുമാർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി, മലബാർ ദേവസ്വം ബോർഡ് എക്സ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ജനാർദ്ദനൻ, മലബാർ ദേവസ്വം ബോർഡ് മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK മധുസൂദനൻ, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു, മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഏരിയ കമ്മിറ്റി മുൻ ചെയർമാൻ കൊട്ടറ വാസുദേവ് തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ K. ജഗദീഷ് പ്രസാദ് നന്ദി പ്രകാശിപ്പിച്ചു. ചെയർമാൻ KV സുരേന്ദ്രൻ, ജയരാജൻ K, AK ശങ്കരൻ, മീനാകുമാരി ടീച്ചർ, A. അമ്പൂഞ്ഞി, PV സതീഷ് കുമാർ, ഈശ്വരൻ KM എന്നിവരാണ് മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിക്ക് മുന്നിൽ റോഡിൽ നിന്നുള്ള വഴി തടഞ്ഞും പുറത്തുനിന്നുള്ള കാഴ്ച മറച്ചും ആരോഗ്യവകുപ്പിന്റെ വക കൂറ്റൻ മതിൽ. ഇതോടെ പുറത്തുനിന്നെത്തുന്ന രോഗികൾക്ക് ചുരുങ്ങിയ ചെലവിൽ മരുന്നുകൾ വാങ്ങി പെട്ടെന്ന് തിരിച്ചു പോകാനുള്ള അവസരമാണ് ഇല്ലാതായത്. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ മതിലമളികൾ ഭാഗം 2.
കുറച്ചു നാളുകൾക്ക് മുൻപ് താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിന് മതിൽ പണിതത് ജഗതി ശ്രീകുമാർ ചെയ്ത കഥാപാത്രം വാസു ആശാരി കട്ടിൽ പണിത പോലെയായിരുന്നു. ഒരു വാഹനം മതിലിനകത്ത് നിർത്തി ചുറ്റോടു ചുറ്റും മതിൽ കെട്ടിപ്പൊക്കി. ഈ വാഹനം എങ്ങനെ പുറത്തിറക്കുമെന്ന് കണ്ടവരൊക്കെ ചോദിച്ചു. മാധ്യമങ്ങൾ നിരന്തരം വാർത്ത നൽകിയപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു. മതിൽ പൊളിച്ചു, വാഹനം പുറത്തെത്തിച്ചു. പക്ഷെ അതിനുശേഷം ആ മതിൽ പണിതു. സർക്കാരിന്റെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിക്ക് മുന്നിൽ വഴി തടഞ്ഞുകൊണ്ടായിരുന്നു ആ കൂറ്റൻ മതിൽ ഉയർന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ജയിൽ മതിൽ പോലെ ഉയരത്തിൽ നിർമ്മിച്ച ആ മതിലാണ് പുതിയ താരം. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിക്ക് മുൻപിൽ റോഡിൽ നിന്നുള്ള വഴി തടഞ്ഞുകൊണ്ടും പുറത്തുനിന്നുള്ള കാഴ്ച മറച്ചുകൊണ്ടുമാണ് ആരോഗ്യവകുപ്പ് കൂറ്റൻ മതിൽ പണിതത്. നേരത്തെ റോഡരികിൽ വാഹനം നിർത്തി പൊതുജനങ്ങൾക്ക് ഇവിടെ നിന്നും മരുന്നുകൾ വാങ്ങാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫാർമസിയിലേക്ക് എത്തണമെങ്കിൽ ആശുപത്രി ഗേറ്റിനകത്ത് കയറി ഇടുങ്ങിയ വഴിയിലൂടെ മതിലിനോട് ചേർന്ന് നടന്നു പോകണം. ഇതിനു മുന്നിൽ എത്തിയാൽ മാത്രമേ ഫാർമസി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയുകയുമുള്ളൂ. ആ കാഴ്ചകൾ നമ്മുടെ ക്യാമറാമാൻ സുമേഷ് പകർത്തിയിട്ടുണ്ട്. അതൊന്ന് കാണാം. ഒന്നാം പിണറായി സർക്കാരാണ് താലൂക്ക് ആശുപത്രിയിൽ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കീഴിൽ ഫാർമസി അനുവദിച്ചത്. റോഡിന് അഭിമുഖമായുള്ള കെട്ടിടത്തിലാണ് ഫാർമസി തുടങ്ങിയത്. റോഡിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ ഫാർമസി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവർക്കും മറ്റു പൊതുജനങ്ങൾക്കും ഈ ഫാർമസി ഉപകാരപ്രദമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കെട്ടിടത്തിന് മുന്നിൽ മതിൽ പണിതപ്പോൾ ഗേറ്റ് സ്ഥാപിക്കുവാനോ ഫാർമസി പുറത്തുനിന്ന് കാണും വിധം മതിൽ താഴ്ത്തി കെട്ടുവാനോ അധികൃതർ തയ്യാറായിട്ടില്ല. ആശുപത്രിയുടെ കെട്ടിടത്തിലെ മുറിയിലേക്ക് ഫാർമസി മാറ്റുമെന്നാണ് അധികൃതർ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. എന്നാൽ അപ്പോഴും പുറത്തുനിന്നെത്തുന്ന സാധാരണക്കാർക്ക് ചുരുങ്ങിയ ചെലവിൽ മരുന്നുകൾ വാങ്ങി പെട്ടെന്ന് തിരിച്ചു പോകുവാനുള്ള അവസരം എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. കല്യാശ്ശേരി മണ്ഡലത്തിലെ ഏഴോത്തും കല്യാശ്ശേരിയിലും ആധുനിക രീതിയിലുള്ള വാതക ശ്മശാനങ്ങൾ ഒരുങ്ങുന്നു. ഏഴോത്തെ വാതക ശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് പ്രദേശം സന്ദർശിച്ച ശേഷം എം.വി. ജിൻ എം.എൽ.എ. നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഈ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഇപ്പോൾ ഏഴോം ഗ്രാമപഞ്ചായത്തിൽ തന്നെ അത്യാധുനിക സൗകര്യങ്ങളോടുള്ള ശ്മശാനം ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഇനി മറ്റെവിടെയെങ്കിലും ഒക്കെ ഇതിന്റെ പ്ലാൻ ഉണ്ടോ? അത്യാധുനിക ശ്മശാനം വരുന്നതായിട്ടുണ്ടോ? ഈ കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തി 2 ശ്മശാനങ്ങളാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ പാസ്സായത്. അതൊന്ന് ഏഴോം ഗ്രാമപഞ്ചായത്തിലും മറ്റൊന്ന് കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിലുമാണ്. ഏഴോം ഗ്രാമപഞ്ചായത്തിലത് 1.73 കോടി രൂപയാണ് ഇതിനു വേണ്ടി പ്രൊജക്റ്റ് തയ്യാറാക്കിയത്. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 1.75 കോടി. അതിൽ ആദ്യം പ്രവർത്തനം ആരംഭിച്ചത് ഏഴോം ഗ്രാമപഞ്ചായത്തിലാണ്. അത്യാധുനികമായ സൗകര്യത്തോടുകൂടി എരിപുരത്ത് നിലവിൽ പഞ്ചായത്തിൻ്റെ തന്നെ കീഴിലുണ്ടായിരുന്ന ഈ സ്ഥലത്ത് തന്നെയാണ് ശ്മശാനത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ അറിയാം, എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിട്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ശ്മശാനത്തിൻ്റെ പ്രവർത്തനം ഇവിടെ പൂർത്തീകരിക്കുന്നത്. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിലേത് വളരെ വേഗതയിൽ തന്നെ തുടങ്ങാൻ ആവശ്യമായ അതിൻ്റെ പേപ്പർ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ്. അതും നമുക്ക് വളരെ വേഗതയിൽ തന്നെ തുടങ്ങാൻ പറ്റും. ഇതിപ്പോൾ പ്രവൃത്തി ഏതാണ്ട് 50% അടുത്ത് എത്തുകയാണ്. ഏതായാലും ഇത് വളരെ വേഗതയിൽ തന്നെ പൂർത്തീകരിച്ച് നാടിന് തുറന്നു കൊടുക്കാൻ പറ്റും എന്ന നിലയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇത് വരുന്നതോടുകൂടി നമ്മുടെ ഒരു അത്യാധുനികമായ സംവിധാനം, ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു സംവിധാനത്തിലേക്ക് ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ശ്മശാനം മാറുകയാണ്. എല്ലാ തരത്തിലും അപ്ഡേറ്റഡ് വേർഷനാണല്ലോ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ നാട്ടുകാരുടെ ആ ഒരു പ്രതികരണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും നമുക്കറിയാം, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ പ്രത്യേകിച്ച് ശ്മശാനത്തിൽ ആവശ്യകത ജനങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച്
നമ്മുടെ എല്ലാ വികസന പ്രവർത്തനത്തോടും ചേർന്ന് നിൽക്കുന്ന ഒന്നുകൂടിയാണ് ഈ ശ്മശാന നിർമ്മാണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റായ രീതിയിൽ തന്നെയാണ് ഈ വാതക ശ്മശാനത്തിൻ്റെ നിർമ്മാണം നിർവഹിച്ചു പോകുന്നത്. അപ്പോൾ പോരായ്മകളൊന്നും വരാത്ത വിധത്തിൽ തന്നെ ഈ സംവിധാനം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥർക്കും ഇതിൻ്റെ നിർദ്ദേശം നൽകിയത്. ഏതായാലും ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഒരു ഉപകാരപ്രദമാകുന്ന ഒരു സംവിധാനമായിട്ട് ഈ ശ്മശാനത്തെ മാറ്റുക എന്ന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. MLA പറഞ്ഞതുപോലെ ഈ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഏഴോം പഞ്ചായത്തിൽ അത്യാധുനിക ശ്മശാനത്തിന്റെ പകുതിയോളം പണി കഴിഞ്ഞിട്ടുണ്ട്. പ്രവർത്തനം തുടങ്ങിയിട്ട് അത്യാവശ്യം നാളുകളായി. ഇതിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ അഗ്നിവേഷ് കുഞ്ഞിമംഗലത്തിനൊപ്പം ചാന്ദിനി. മാലിന്യമുക്ത നവകേരളത്തിനായി നടത്തുന്ന ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഹരിത സ്ഥാപന പ്രഖ്യാപനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി പ്രഖ്യാപനം നിർവഹിച്ച് ഹരിത കർമ്മസേനാംഗങ്ങളെ ആദരിച്ചു. നേരത്തെ പറഞ്ഞ ഒരുപാട് ശീലങ്ങൾ ഇപ്പോഴും നമ്മൾ ശീലിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ വീടും ചുറ്റുപാടും എല്ലാം നന്നായി വൃത്തിയാക്കി നമ്മുടെ വീട്ടിൽ നിന്നുള്ള മാലിന്യം, ചുറ്റുപാടുള്ള മാലിന്യമെല്ലാം തൊട്ടടുത്ത പറമ്പത്തോ അല്ലെങ്കിൽ തോട്ടിലോ റോഡരികിലോ വലിച്ചെറിയുന്ന ഒരു ശീലമുള്ളവരായി നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ എല്ലാ ബ്രാഞ്ചുകളും വ്യാപാര യൂണിറ്റുകളും പരിസരവും ശുചീകരിച്ച് പൂന്തോട്ടം ഒരുക്കി. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന സന്ദേശമുയർത്തി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ബാങ്ക് നടത്തിവരുന്നത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിനെ ശുചിത്വ പഞ്ചായത്താക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 34 ഹരിതകർമ്മ സേനാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ പദ്ധതി വിശദീകരണം നടത്തി. അസിസ്റ്റന്റ് രജിസ്ട്രാർ MK സൈബുന്നീസ ബാങ്കിന്റെ കലണ്ടർ പ്രകാശനം ചെയ്തു. അസിസ്റ്റന്റ് ഡയറക്ടർ PV ഉമേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AV രവീന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർ TV കുഞ്ഞിക്കണ്ണൻ, M അനിൽകുമാർ, ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രമോദ്, സെക്രട്ടറി EP അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന മാടായി പഞ്ചായത്തിലെ കോഴി ബസാർ പുതിയങ്ങാട് ഹൈസ്കൂൾ റോഡിലെ ഗർത്തം യാത്രക്കാർക്ക് ദുരിതമാകുന്നു. ഉൾഭാഗം ഇടിഞ്ഞ ഈ വലിയ ഗർത്തം ഇതുവഴി കടന്നു പോകുന്നവർക്ക് അപകടക്കെണിയാവുകയാണ്. മാടായി പഞ്ചായത്ത് 14-ാം വാർഡിലെ പുതിയങ്ങാടി ഹൈസ്കൂൾ റോഡിലെ ഗർത്തമാണ് അപകടക്കെണിയാവുന്നത്. മാസങ്ങൾക്ക് മുൻപ് ശക്തമായ മഴയിലാണ് ആദ്യം റോഡിൽ ചെറിയ വിള്ളൽ രൂപപ്പെട്ടത്. കുഴി പഞ്ചായത്ത് അധികൃതരും മറ്റും ഇടപെട്ട് താൽക്കാലികമായി അറ്റകുറ്റപ്രവൃത്തി നടത്തിയെങ്കിലും ഇതിനു സമീപത്തായി വലിയൊരു ഗർത്തം വീണ്ടും രൂപപ്പെടുകയായിരുന്നു. അടിഭാഗത്തെ മണ്ണും ടാറും ഉൾപ്പെടെ ഒഴുകിപ്പോയ അവസ്ഥയാണ്. നിലവിൽ അപകടം ഒഴിവാക്കാൻ കുഴിയിൽ മരക്കഷ്ണങ്ങളും മറ്റും വെച്ചിരിക്കുകയാണ്. രാത്രി വലിയ ഒരു അപകട സാധ്യതയാണ് ഇവിടെ നിലനിൽക്കുന്നത്. രാത്രി വരുമ്പോൾ ബുദ്ധിമുട്ട് തന്നെ. അറിയാത്ത ഞമ്മക്കെല്ലാം ഇപ്പോൾ കുഴിയുണ്ടെന്ന് അറിയാം. ഒരാൾക്കാർ ഇടിയിലെ ആൾക്കാർ എന്തെങ്കിലും മരത്തിൻ്റെ കൊമ്പോ എന്തെങ്കിലും കുത്തിയിട്ട് അവിടെ വെക്കും. ബാക്കിയിൽ പൊതുവായിട്ട് ഇപ്പോൾ ഇതിലേ പോകാമെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് വിഷമം തന്നെയാണ്. ചിലപ്പോൾ ഇടിഞ്ഞതിലേക്ക് വീണു ആ കുണ്ടിയിലേക്ക്. റോഡിന്റെ അവസ്ഥ അറിയാതെ വരുന്ന യാത്രക്കാർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. റോഡിന്റെ അരികിൽ തന്നെ കനാലുമുണ്ട്. ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിട്ടുണ്ടെന്നും റോഡിന്റെ താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മാടായി പഞ്ചായത്ത് 15-ാം വാർഡ് മെമ്പർ അബ്ദുൾ റഫീഖ് പറഞ്ഞു. പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ 2 മാസം മുമ്പേ അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് ശ്രദ്ധയിൽപ്പെടുത്തിയിനി. അപ്പോൾ ചെറിയൊരു കുണ്ടായിട്ടാണ് അത് ഉണ്ടായത്. പിന്നീടാണ് അത് കൂടുതലും മഴ പെയ്തപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൂടി ഒരു ഗുഹമാതിരി ഒരു രൂപാന്തരപ്പെട്ടത്. അപ്പോൾ ഇത് വലിയൊരു വിഷയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടന്ന് എസ്റ്റിമേറ്റെല്ലാം ആക്കിയിട്ട് പോയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ വർക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് ഇത് കുത്തി പൊളിച്ചിട്ട് തൽക്കാലം ഒരു ലോഡ് ചിരളെങ്കിലും ഇട്ടിട്ട് ഈ കുഴിൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കാനുള്ള ഒരു അടിയന്തര നടപടി സ്വീകരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് എന്തായാലും ചെയ്യും. അതെല്ലാം ഉറപ്പ് തന്നിട്ടുണ്ട്. താൽക്കാലിക പരിഹാരമല്ല നിലവിൽ റോഡിന് ആവശ്യം. അടുത്ത മഴ പെയ്താൽ ഈ റോഡ് ഇവിടെ ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നവോത്ഥാന ആശയങ്ങൾ വിഷയമാക്കിക്കൊണ്ട് 30ഓളം വനിതകൾ അണിനിരക്കുന്ന വനിതാ പൂരക്കളി ശ്രദ്ധേയമാകുന്നു. ചെറുതാഴം കൊവ്വൽ റെഡ് സ്റ്റാർ വനിതാ വേദിയാണ് പൂരക്കളി രംഗത്ത് ചുവടുവെക്കുന്നത്. പ്രശസ്ത ശില്പി KKR വെങ്ങരയും സുരേഷ് പരവന്തട്ടയുമാണ് ടീമിനെ പരിശീലിപ്പിച്ചത്. നമസ്കാരം. നമ്മളിപ്പോൾ അതിരാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ.
ഞാനും നെറ്റ്വർക്ക് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയും കൂടി ഉള്ളത് ചെറുതാഴത്ത് ഉച്ചുളിക്കുന്നിലാണ്. ഇവിടെ ചെറിയൊരു വിശേഷമുണ്ട്. ആ വിശേഷം നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. റെഡ് സ്റ്റാർ കോവിലിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി പൂരക്കളി പരിശീലനം നടത്തിയിട്ട് വളരെ മനോഹരമായി ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ള സുന്ദരിമാരും, അതുപോലെ തന്നെ അവരെ പരിശീലിപ്പിച്ച KKR മാഷും, അതുപോലെ തന്നെ പരിശീലകന്റെ പേര് സുരേഷ് സാറും, അതുപോലെ തന്നെ റെഡ് സ്റ്റാർ കോവിലിന്റെ ഭാരവാഹികളൊക്കെയാണ് നമ്മളോടൊപ്പം ഈ പ്രഭാതത്തിൽ ചേരുന്നത്. മാഷെ നമസ്കാരമുണ്ട്. നമസ്കാരം. എന്താണ് നിങ്ങള് കലാപരിപാടി? എന്താണ് നമ്മളെ കലാപരിപാടി? നമ്മള് റെഡ് സ്റ്റാർ കോവിലിന്റെ 38ാം വാർഷികം നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഒരു പൂരക്കളി, വനിതാ പൂരക്കളി സംഘടിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മുന്നേ ഉള്ള ആഗ്രഹമാണ്. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നടപ്പിലായത്. എന്നെ സംബന്ധിച്ച് ഞാൻ വയലപ്ര എണീക്കര പൂരക്കളി സംഘത്തിലൊരു അംഗമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ പൂരക്കളി കളത്തിലുണ്ട്. പക്ഷെ പലർക്കും അറിയില്ല. അത് ഒരു വനിതാ പൂരക്കളി നമ്മളുടെ ഒരു സ്വപ്നമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്കൊരു തീം ഉണ്ടായിരുന്നു. സാധാരണ 1-2 പൂരക്കളി സംഘങ്ങൾ മലബാറിലുണ്ട്. പക്ഷെ അവരൊക്കെ രാഷ്ട്രീയ പൂരക്കളിയാണ്. പക്ഷെ അതിൽ നിന്ന് മാറി കേരള നവോത്ഥാനം എന്നൊരു സബ്ജക്റ്റാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റിൽ ഒരു കളി വരുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൽ നവോത്ഥാന നായകന്മാരെക്കുറിച്ച്, നവോത്ഥാന സമരത്തെക്കുറിച്ച്, ഇതിൽ മേൽക്കളി രാമായണമാണ്. രാമായണത്തിൻ്റെ ചുവടാണല്ലോ. ആ ചുവടിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പൊട്ടൻ തെയ്യത്തിൻ്റെ കഥയാണ്. ജാതി വ്യവസ്ഥക്കെതിരെ പോരാടിയ പൊട്ടൻ തെയ്യത്തിൻ്റെ കഥയാണ്. ഇതിൽ പാട്ട് എഴുതിയിരിക്കുന്നത് 2 പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. രാമായണത്തിൻ്റെ പൊട്ടൻ തെയ്യത്തിൻ്റെയും അതുമാതിരി തന്നെ ഒരു പാട്ട്, ഒരു 3 പാട്ട് സുരേഷ് എഴുതിയിട്ടുണ്ട്. സുരേഷ് പരവന്തട്ടയിൽ അറിയപ്പെടുന്ന ഒരു പൂരക്കളി. നമുക്ക് സുരേഷ് സാറിലേക്ക് വരാം. നമസ്കാരം സാർ. ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു പുരോഗമനപരമായ ആശയം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പൂരക്കളി? ഈ രീതിയിൽ മാഷ് പറഞ്ഞതുപോലെ പുരോഗമനപരമായിട്ട് നവോത്ഥാന ആശയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പൂരക്കളി പഠിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. അതിന്റെ പാട്ട് 2 പേര് നമുക്ക് പാടാം. ചൊല്ലിയാടുന്നു നാം പൊട്ടൻ തെയ്യം കഥ, സത്യം പറഞ്ഞവൻ പൊട്ടനായ കഥ. നാം പൊട്ടൻ തെയ്യം കഥ, സത്യം പറഞ്ഞ പൊട്ടനായ കഥ. ശങ്കര ഗർവ് തകർത്തെറിഞ്ഞ കഥ, ചന്തത്തിലാടിക്കളിക്കുന്നു ഞങ്ങളും. അക്കാലം ശങ്കരാചാര്യൻ മഹോദയൻ, അക്കാലം ശങ്കരാചാര്യൻ മഹോദയൻ, ശങ്കരാചാര്യൻ മഹോദയൻ. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. നമുക്ക് ഇവരുടെ സംഘാടകര് റെഡ് സ്റ്റാറിന്റെ ഭാരവാഹികളുണ്ട്. അവരോട് 2 വാക്ക് ചോദിക്കാം. സാർ നമസ്കാരം. നമസ്കാരം. റെഡ് സ്റ്റാർ ഒരു പൊതുവെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ്. എന്ത് തോന്നുന്നു ഇങ്ങനെ പുരോഗമനപരമായ ഒരു പൂരക്കളി? അത് വളരെ സന്തോഷമുണ്ട്. വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ വനിതകളുടെ പൂരക്കളി അവതരിപ്പിക്കുക എന്നുള്ളത്. കാരണം പുരുഷന്മാരൊക്കെ നമ്മുടെ പൂരക്കളി അവതരിപ്പിക്കുന്നതാണ്. പക്ഷേ ഇത് വളരെ കാലത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഇപ്പോൾ കഠിനമായ പരിശീലനം, 6 മാസത്തെ പരിശീലനം ശേഷം സുരേഷ് മാഷും അതുപോലെ KKR ഇതിനൊക്കെ നേതൃത്വത്തിൽ ഒരു 31ഓളം വനിതകൾ ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ രാത്രിയും രാവിലെ നിന്ന് ഉറക്കൊഴിഞ്ഞുകൊണ്ടുള്ള ഒരു പഠനത്തിന്റെ ഒരു ഫലമായിട്ടാണ് ഇത്തരം ഒരു പൂരക്കളി. അത് പ്രത്യേകിച്ച് നവോത്ഥാന നായകന്മാരെ അനുസ്മരിച്ചുകൊണ്ടും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അനുസ്മരിച്ചുകൊണ്ടുള്ള ഇത്തരം പൂരക്കളി നമ്മുടെ നാട്ടിൽ തന്നെ ഒരു അപൂർവമായിട്ടാണ് ഉണ്ടാവല്. അപ്പോൾ നല്ല ഒരു പൂരക്കളി സംഘമായിട്ട് ഇത് മാറും. ഒരു ഒട്ടനവധി സ്റ്റേജുകൾ ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, ഇവരുടെ പെർഫോമൻസ് കൂടി നമുക്കൊന്ന് കാണാം. തമ്പ്രാന്റെ മുന്നിൽ ജോലിച്ചു നിന്നു, വളരെ മനോഹരമായ രീതിയിലാണ് ഇവർ 1 മണിക്കൂർ ദൈർഘ്യമുള്ള പൂരക്കളി അവതരിപ്പിച്ചത്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. കാരണം ചെറിയ കുട്ടിയടക്കം പ്രായമുള്ളവർ വരെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പൂരക്കളി നടത്തുന്നത്.
ആ സംഭവത്തിൽ KK മാഷിൻ്റെയും സുരേഷ് മാഷിൻ്റെയും വളരെയധികം സഹായമുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ക്ലബ്ബ് ഒരു 2017 തുടർച്ചയായിട്ട് എല്ലാ ഇങ്ങനെ പരിപാടികൾ കൂട്ടായ്മയുടെ നടത്തുന്നുണ്ട്. വളരെ നല്ല സഹകരണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കുള്ളത്. ക്ലബ്ബ് മെമ്പർമാർക്കും അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും നല്ല സഹകരണമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങളായിട്ട് 35, 40, 50, 100 ആൾക്കാരെ പങ്കെടുപ്പിക്കുന്നതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും നല്ല സഹകരണമാണ്. ഇങ്ങനെയൊന്ന് ചിന്തിക്കാനോ തെയ്തില്ല 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 തെയ്തേ എന്താണ് നിങ്ങളുടെ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാ? വീട്ടുകാർ നല്ല സപ്പോർട്ടാണ്. പിന്നെ രാത്രിയാണ് നമ്മ കളിക്കാൻ വരുന്നത്. എന്നാലും മഴ സമയത്തും കൂടെ നമ്മ കളിക്കാൻ വന്നിട്ട് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളെ കൂട്ടായ്മ ഭയങ്കര സന്തോഷമായിട്ട് നമുക്ക് തോന്നുന്നു. ഏറെ കാലത്തെ അധ്വാനത്തിന് ശേഷം റെഡ് സ്റ്റാർ കോവിലിന്റെ വനിതകൾ പൂരക്കളിയുമായി രംഗത്തേക്ക് വരികയാണ്. ഇവരെ വേദികൾ നൽകി അനുഗ്രഹിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. നിർമ്മിച്ച് 1 വർഷം പൂർത്തിയാവുമ്പോഴും വിദ്യാർത്ഥികളുടെ പരിചരണത്തിൽ സ്നേഹാരാമങ്ങൾ പൂത്തലഞ്ഞു നിൽക്കുന്നു. NSS സപ്തദിന ക്യാമ്പുകളുടെ ഭാഗമായി തൃക്കരിപ്പൂരിൽ വിവിധ സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ പൂന്തോട്ടങ്ങൾ നാട്ടുകാർക്ക് അനുഗ്രഹമാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ 4 സ്കൂളുകളിൽ നിന്നെത്തിയ NSS വോളണ്ടിയർമാർ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ പിന്നിൽ കാട് മൂടിയും വള്ളിപ്പടർപ്പുകൾ വളർന്നും ആരും ശ്രദ്ധിക്കാതെയിരുന്ന ഭാഗം ശുചീകരിച്ച് നാട്ടുകാരുടെ ഹൃദയാരാമമായി മാറിയ പൂന്തോട്ടം നിർമ്മിച്ചത്. കഴിഞ്ഞ വർഷം ക്രിസ്തുമസ് അവധിക്കാലത്ത് നിർമ്മിച്ച സ്നേഹാരാമത്തിന് ഇരിപ്പിടങ്ങളും മുളവേലികളും ഒരുക്കിയിരുന്നു. പലതരത്തിലുള്ള പൂച്ചെടികളും മറ്റും നട്ടുപിടിപ്പിച്ച NSS വോളണ്ടിയർമാർ നിർമ്മിതികൾക്ക് പെയിന്റ് നൽകി മോടി കൂട്ടുകയും ചെയ്തിരുന്നു. നിർമ്മിച്ച് 1 വർഷം പൂർത്തിയാവുമ്പോഴും ചെടികൾ നനച്ചും തകർന്ന മുളവേലികൾ പുതുക്കിയും നിറങ്ങൾ നൽകിയും നവീകരിച്ച് NSS വോളണ്ടിയർമാർ നാട്ടുകാരുടെ അഭിനന്ദനങ്ങൾക്ക് പാത്രമാവുകയാണ്. നാഷണൽ സർവീസ് സ്കീമിലെ വോളണ്ടിയർമാർ മാതൃകാ സാമൂഹ്യ പ്രവർത്തനമാണ് നടത്തിവരുന്നതെന്ന് കൈകോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ PP അബൂബക്കർ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. നമുക്കറിയാം, സാധാരണ ജൂൺ 5 നട്ട തൈയുടെ ആ കുഴിയിലാണ് സാധാരണ 2ാമത്തെ വർഷം വീണ്ടും അടുത്തൊരു മരം നടുന്നത്. അതിന് പകരമായി ഇത് നിർത്തിപ്പോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ വീണ്ടും നല്ല രീതിയിൽ ഇത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രത്യേകത, തൊട്ട് മുമ്പിലുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തൂടെ നടന്നു പോകാനുള്ള യാത്രക്കാർക്ക് നല്ലൊരു ഒരു കാഴ്ച, പ്രത്യേകിച്ച് ഒരു തോട്ടത്തിന് അനുഭവിച്ച് തന്നെ പോകാൻ പറ്റുന്നതാണ് മറ്റൊരു പ്രത്യേകത. അതും പഠന പ്രവർത്തനങ്ങൾക്കിടയിലും മറ്റ് സേവന പ്രവർത്തനങ്ങൾക്കൊപ്പമാണ് വിദ്യാർത്ഥികൾ ഏറെ ശ്രമകരമായ പൂന്തോട്ടം ഒരുക്കി പരിപാലിക്കുന്നത്. പ്രദേശത്തുള്ള രക്ഷിതാക്കളും നാട്ടുകാരും ചെടികൾ നനക്കുന്നതിനും മറ്റും സഹായിക്കാറുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാടായി ഗ്രാമപഞ്ചായത്തിലെ പൊതു ഇടങ്ങളിലെ അനധികൃത ബോർഡുകളും ഫ്ലക്സുകളും കൊടിത്തോരണങ്ങളും മുഴുവനായും നീക്കം ചെയ്തു. ജീവനക്കാർ നേരിട്ടെത്തിയാണ് കൊടിത്തോരണങ്ങളും ബാനറുകളും നീക്കം ചെയ്തത്. പൊതുയിടങ്ങളിലെ അനധികൃത ബോർഡുകളും ഫ്ലക്സുകളും കൊടിത്തോരണങ്ങളും മുഴുവനായും നീക്കം ചെയ്യണമെന്ന സർക്കാർ ഉത്തരവ് കൃത്യമായി പാലിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിലുള്ള അനധികൃത ബോർഡുകളും ഫ്ലക്സുകളുമെല്ലാം നീക്കം ചെയ്യുന്നത്. മാടായി പഞ്ചായത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് റോഡരികിലെ അനധികൃത ബോർഡുകളും ഫ്ലക്സുകളും കൊടിത്തോരണങ്ങളും നീക്കം ചെയ്തത്. വരും ദിവസങ്ങളിലും ഇത്തരം ബോർഡുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടികൾ സ്വീകരിക്കുമെന്ന് മാടായി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി VP അജിത് കുമാർ പറഞ്ഞു. കേരള ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മാടായി ഗ്രാമപഞ്ചായത്തിലുള്ള പാതയോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമുള്ള ഫ്ലക്സുകൾ, അതേപോലെ ബോർഡുകൾ, ബാനറുകൾ എല്ലാം നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. 18-ാം തീയതിക്കകം മുഴുവൻ ഫ്ലക്സുകളും ബോർഡുകളും എല്ലാം നീക്കം ചെയ്യും. ബാനറുകൾ, കൊടികൾ, തോരണങ്ങൾ എല്ലാം നീക്കം ചെയ്യുന്നതാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഊർജിതമായി നടപ്പിലാക്കുന്നത്. നേരത്തെ കാണുകയാണെങ്കിൽ നമ്മൾ നോട്ടീസ് കൊടുക്കും. 5000 രൂപ മിനിമം ഫൈൻ ഈടാക്കുന്നതാണ്. അവിടെ ഫൈൻ ഉറപ്പായിട്ടും ഫൈൻ ഉണ്ടാവും. ഫൈൻ അടക്കില്ലെങ്കിൽ RR നോട്ടീസ് അടക്കം കൊടുത്ത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും. ജൂനിയർ സൂപ്രണ്ട് MV ധനേഷ്, സ്റ്റെഫിൻ സ്റ്റീഫൻ, P ചന്തുക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാർഷൽ ആർട്സ്, യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിക്കുന്ന 3ാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് ഡിസംബർ 21 മുതൽ 24 വരെ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 21 രാവിലെ 10 പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും.
മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമി സംഘടിപ്പിക്കുന്ന 3ാമത് സംസ്ഥാന പവർ ഫെസ്റ്റ് ഡിസംബർ 21 മുതൽ 24 വരെ പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സംസ്ഥാന ജൂനിയർ ഫ്രീ സ്റ്റൈൽ, വനിതാ ഗ്രീക്കോ റോമൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പ്, സംസ്ഥാന ഇൻവിറ്റേഷൻ യോഗ ചാമ്പ്യൻഷിപ്പ് എന്നിവ 4 ദിവസങ്ങളിലായി നടക്കും. 20 വൈകിട്ട് 5 മണിക്ക് പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വിളംബര ഘോഷയാത്ര നടക്കും. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 21 രാവിലെ 10 മണിക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ടി ഐ മധുസൂദനൻ MLA അധ്യക്ഷത വഹിക്കും. തുടർന്ന് സംസ്ഥാന സബ് ജൂനിയർ ഗ്രീക്കോ റോമൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് നടക്കും. വൈകിട്ട് വിജയികൾക്ക് പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. 22 രാവിലെ 10 മണിക്ക് സംസ്ഥാന സബ് ജൂനിയർ ഫ്രീ സ്റ്റൈൽ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷത വഹിക്കും. 23 രാവിലെ 10 മണിക്ക് സംസ്ഥാന വനിതാ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്യും. PS സന്തോഷ് അധ്യക്ഷത വഹിക്കും. 24 രാവിലെ 10 മണി മുതൽ സംസ്ഥാന ഇൻവിറ്റേഷൻ യോഗ ചാമ്പ്യൻഷിപ്പ് നടക്കും. വൈകിട്ട് 5 മണിക്ക് സമാപന സമ്മേളനം മുൻ മന്ത്രി PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിക്കും. കണ്ണൂർ ASP KV വേണുഗോപാൽ മുഖ്യാതിഥിയാകും. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ PS സന്തോഷ്, ജനറൽ കൺവീനർ V നന്ദകുമാർ, PV കുഞ്ഞപ്പൻ, T വിശ്വനാഥൻ, ശശി വട്ടക്കോവൽ, V ബാലൻ, D സുനിൽകുമാർ, S സതീശൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടിയിൽ കടകളിൽ നടത്തിയ പരിശോധനയിൽ സിഗരറ്റ് പിടികൂടി പോലീസ്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യം വച്ചാണ് വിൽപ്പന. 1 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കുന്ന കുറ്റമാണ് സിഗരറ്റ് വിൽപ്പന. പഴയങ്ങാടിയിൽ കടകളിൽ നിന്ന് നിരോധിത സിഗരറ്റ് പിടികൂടി. പഴയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡിലെ 3 കടകളിൽ നടത്തിയ പരിശോധനയിലാണ് പഴയങ്ങാടി പ്രിൻസിപ്പൽ SI സുഹേലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സിഗരറ്റ് പിടികൂടിയത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യം വെച്ചാണ് വിൽപ്പന. 1 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കുന്ന കുറ്റമാണ് സിഗരറ്റ് വിൽപ്പന. ചീമേനിയിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. മലയോര മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ചീമേനിയിൽ ഒരു ബസ് സ്റ്റാൻഡ് എന്നത് നാടിന്റെ ചിരകാല സ്വപ്നമാണ്. ചീമേനിയിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. മലയോര മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ചീമേനിയിൽ ബസ് സ്റ്റാൻഡ് വേണമെന്നത് നാട്ടുകാരുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണ്. കാക്കടവ്, പെരുമ്പട്ട, ഏറ്റുകുടുക്ക, പൊതാവൂർ, ചെമ്പ്രകാനം എന്നിവിടങ്ങളിലെല്ലാമുള്ളവർ ആശ്രയിക്കുന്ന ഒരു പട്ടണമാണ് ചീമേനി. ദിവസേന 100 കണക്കിന് ആളുകൾ വന്നുപോകുന്ന ഒരു സ്ഥലം കൂടിയാണിത്. നിരവധി ബസ്സുകൾ ഇവിടെ ദിവസേന എത്തിച്ചേരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭൂമി ദീർഘകാലത്തേക്ക് പാട്ടത്തിനെടുത്താണ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത്. നിർമ്മാണം പകുതിയോളം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ടാറിംഗ് നടത്തുകയും ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുകയും വേണം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂരിൽ ഒരു രക്തസാക്ഷി ദിനം കൂടി കടന്നു വരുന്നു. രക്തസാക്ഷി നഗറിൽ പതാക ഉയരുമ്പോൾ കേൾക്കുന്ന ഗാനം AV സുകുമാരൻ പതിവായി ചൊല്ലിക്കൊടുക്കാൻ തുടങ്ങിയിട്ട് 1.5 പതിറ്റാണ്ടാകുന്നു. ലക്ഷത്തെ കുൾമയേർ കൊള്ളിക്കും മഞ്ഞുള്ള ചെമ്പാനീർ പൂന്തോട്ടമേ. കരിവെള്ളൂർ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി രക്തസാക്ഷി നഗറിൽ പതാക ഉയരുമ്പോൾ ഉയർന്നു കേൾക്കുന്ന സുബ്രഹ്മണ്യൻ തിരുമുമ്പിന്റെ പൊങ്ങുക പൊങ്ങുക വാനിലേക്കാശുനി എന്ന് തുടങ്ങുന്ന ഗാനം കരിവെള്ളൂർ തെരുവിലെ AV സുകുമാരൻ ചൊല്ലിക്കൊടുക്കുവാൻ തുടങ്ങിയിട്ട് 1.5 പതിറ്റാണ്ടാകുന്നു. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് K കൃഷ്ണൻ ഈണത്തിലും ഭാവാത്മകതയോടെയും ഈ കവിത ചൊല്ലുന്നത് കേട്ടാണ് സുകുമാരനും ഇതിൽ ആകൃഷ്ടനായത്. K കൃഷ്ണന് ശേഷം പാവൂർ കുഞ്ഞിരാമനാണ് പതാക ഗാനം പാടിക്കൊടുത്തത്. പാവൂരിന്റെ വിയോഗത്തിനു ശേഷം ഒരു നിയോഗം പോലെ ഇത് സുകുമാരനിലേക്ക് എത്തുകയായിരുന്നു. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഞാൻ ലോക്കൽ കമ്മിറ്റി വന്നതിന് ശേഷം, ലോക്കൽ കമ്മിറ്റിയിൽ 92 ലോക്കൽ കമ്മിറ്റിയിൽ വരുന്നത്. അതിനുശേഷം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഞാൻ പോയ സമ്മേളനങ്ങളിലെല്ലാം അത് ഞാനിങ്ങനെ പാടലുണ്ട്. അന്നേരം ഇതാരും അങ്ങനെ വൈഹാർട്ടായിട്ട് പാടില്ല. അപ്പം അങ്ങനെ പാടി പിന്നെ പാവൂർ മരിച്ചതിന് ശേഷമാണ് ഞാൻ രക്തസാക്ഷി ദിനത്തിൻ്റെ പതാക ഉയർത്തലിന് ഞാൻ പാടാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് ശേഷം അന്ന് മുതൽ പിന്നെ ഇതുവരെ പതാക ഉയർത്തൽ പിന്നെ സമയത്ത് ഈ പതാക ഗാനം പാടൽ ഞാനാണ്. ഈ 75ാമത്തെ വയസ്സിലും സുകുമാരൻ പതാക ഗാനം ഉറക്കെ ചൊല്ലുമ്പോൾ അത് കേട്ടു നിൽക്കുന്നവർക്കും ഏറ്റുചൊല്ലാതെ വയ്യ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പഴയ കെട്ടിടങ്ങൾ പൊളിക്കുമ്പോൾ അപൂർവമായി ലഭിക്കുന്ന ഒരു ഔഷധമാണ് നിലമാങ്ങ. കൂൺ വർഗത്തിൽപ്പെട്ട കൊട്ടത്തേങ്ങയോട് സാദൃശ്യമുള്ള ഒന്നാണ് നിലമാങ്ങ.
പുതിയ തലമുറയ്ക്ക് തീർത്തും അജ്ഞാതമായ ഒന്നാണ് നിലമാങ്ങ. ചിതൽക്കിഴങ്ങും എന്ന് ഇത് അറിയപ്പെടുന്നു. പഴയ കെട്ടിടങ്ങൾ പൊളിക്കുമ്പോൾ അപൂർവമായി ലഭിക്കുന്ന ഒരു ഔഷധമാണ് നിലമാങ്ങ. പഴയ വീട്ടുതറകളിലും പറമ്പുകളിലും മൺകയ്യാലകളിലുമൊക്കെ നിലമാങ്ങ കാണപ്പെടുന്നു. കൂൺവർഗത്തിൽപ്പെടുന്ന കൊട്ടത്തേങ്ങയോട് സാദൃശ്യമുള്ള ഒന്നാണ് നിലമാങ്ങ. നിലമാങ്ങയുടെ ശാസ്ത്രനാമം സ്കെള റോട്ടേറിയം സ്റ്റിപ്പിറ്റാറ്റം എന്നാണ്. പഴയ കാലത്ത് കോളറയ്ക്ക് പ്രതിവിധിയായി ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുണ്ടേങ്കോവിൽ സഹൃദയയുടെ നാടകോത്സവത്തിന്റെ ഭാഗമായി നാടക ചർച്ച സംഘടിപ്പിച്ചു. ശിവകുമാർ കാങ്കോൽ ഉദ്ഘാടനം ചെയ്തു. കുണ്ടേങ്കോവൽ സഹൃദയയുടെ നാടകോത്സവത്തിന് മുന്നോടിയായി നാടക ചർച്ച സംഘടിപ്പിച്ചു. കുണ്ടേങ്കോവൽ നാടകോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസിലാണ് നാടക ചർച്ച സംഘടിപ്പിച്ചത്. ശിവകുമാർ കാങ്കോൽ നാടക ചർച്ച ഉദ്ഘാടനം ചെയ്തു. കോക്കാട് നാരായണൻ അധ്യക്ഷത വഹിച്ചു. രഞ്ജി കാങ്കോൾ, ശ്രീജ വിജയൻ തുടങ്ങിയവർ നാടക ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഡിസംബർ 23 മുതൽ 27 വരെയാണ് നാടകോത്സവം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മണ്ടൂർ ശങ്കരവിലാസം LP സ്കൂൾ ചങ്ങാതിക്കൂട്ടം സഹവാസ ക്യാമ്പിന് തുടക്കമായി. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. മണ്ടൂർ ശങ്കരവിലാസം ALP സ്കൂൾ ചങ്ങാതിക്കൂട്ടം സഹവാസ ക്യാമ്പിന് തുടക്കമായി. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നീന്തൽ അറിയാത്തവരിൽ നീയും നീന്തൽ പഠിച്ചൂടെ നമുക്ക്? അല്ലേ? നീന്തൽ പഠിക്കാൻ ഇഷ്ടമല്ലേ? ചിത്രം വരക്കാൻ അറിയുന്നവരാണ്. എല്ലാവർക്കും വരക്കാൻ അറിയാത്തവരെ കുറിച്ച് വരക്കാൻ അറിയാത്തവർ എന്ത് ചെയ്യും? ഇതില് നമുക്ക് ചിത്രം വരക്കാം അല്ലേ? വാർഡ് മെമ്പർ യു രാധ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ചാൾസൺ P ഏഴുമല മുഖ്യാതിഥിയായി പങ്കെടുത്തു. O ശ്രീനാഥ് ക്യാമ്പ് വിശദീകരിച്ചു. P വിജയൻ, MV രവി, സതി സാവിത്രി, MV ദിനേശൻ, AP കാവ്യ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വരകളിലൂടെ ഒപ്പരം, നീന്തൽ പരിശീലനം, പാട്ടും പറച്ചിലും തുടങ്ങിയ വിവിധ പരിപാടികൾ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തായ്നേരി തുളുവന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കൊടിയേറ്റ മഹോത്സവം 2025 ഫെബ്രുവരി 26 മുതൽ മാർച്ച് 3 വരെ നടക്കും. മുന്നോടിയായി ഫണ്ട് ശേഖരണ ഉദ്ഘാടനം നടന്നു. തായ്നേരി തുളുവന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 2025 ഫെബ്രുവരി 26 മുതൽ മാർച്ച് 3 വരെ നടത്തപ്പെടുന്ന കൊടിയേറ്റ മഹോത്സവത്തിന്റെ ഫണ്ട് ശേഖരണോദ്ഘാടനം നടന്നു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ പുതിയടത്ത് ഗോപാലൻ ശിവാനന്ദ ഷേണായിൽ നിന്ന് ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. ചടങ്ങിൽ വെച്ച് നിരവധി ഭക്തർ ഫണ്ട് കൈമാറി. ക്ഷേത്രം പ്രസിഡന്റ് KK വിനോദ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൊടിയേറ്റ മഹോത്സവ കമ്മിറ്റി ചെയർമാൻമാരും കൺവീനർമാരും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. തായ്നേരി തുളുവന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 2025 ഫെബ്രുവരി 26 മുതൽ മാർച്ച് 3 വരെ നടക്കുന്ന കൊടിയേറ്റ മഹോത്സവത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണം നടന്ന് ഇന്ന് കൊടിയേറ്റ മഹോത്സവത്തിൻ്റെ ഫണ്ട് ശേഖരണ പരിപാടി നടക്കുകയാണ്. ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങിയത് S ശിവപ്രസാദ് ഷേണായി സൺസൺ അവർകളിൽ നിന്ന് നമ്മുടെ 2025 ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ ശ്രീ പുതിയടത്ത് ഗോപാലൻ അവർകളാണ്. അതിനോടനുബന്ധിച്ച് തന്നെ ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ വെച്ച് ഇന്ന് ഫണ്ട് നൽകുകയുണ്ടായി. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി കേളി, തായമ്പക, നിറമാല, സഹസ്രദീപാലങ്കാരം, നാദസ്വരമേളം, ആനപ്പുറത്ത് എഴുന്നള്ളത്ത്, ശ്രീഭൂതബലി തുടങ്ങിയവ നടക്കും. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 3 വരെ നടക്കുന്ന കൊടിയേറ്റ മഹോത്സവം പാൽത്തിരപ്പുഴയിൽ ആറാട്ടോടെ സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. മലബാർ ദേവസ്വം ബോർഡ് കാസർഗോഡ് ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാന്റെയും അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടന്നു. കാസർഗോഡ് ഡിവിഷന്റെ പുതിയ ചെയർമാൻ KV സുരേന്ദ്രൻ. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിക്ക് മുന്നിൽ റോഡിൽ നിന്നുള്ള വഴി തടഞ്ഞും പുറത്തുനിന്നുള്ള കാഴ്ച മറച്ചും ആരോഗ്യവകുപ്പിന്റെ വക കൂറ്റൻ മതിൽ. ഇതോടെ ഇല്ലാതായത് രോഗികൾക്ക് ചുരുങ്ങിയ ചിലവിൽ മരുന്നുകൾ വാങ്ങി പെട്ടെന്ന് തിരിച്ചു പോകാനുള്ള അവസരം. കല്യാശ്ശേരി മണ്ഡലത്തിലെ ഏഴോത്തും കല്യാശ്ശേരിയിലും ആധുനിക രീതിയിലുള്ള വാതക ശ്മശാനങ്ങൾ ഒരുങ്ങുന്നു. ഏഴോത്തെ വാതക ശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് M വിജിൻ MLA.
മാലിന്യമുക്ത നവകേരളത്തിനായി നടത്തുന്ന ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഹരിത സ്ഥാപന പ്രഖ്യാപനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി പ്രഖ്യാപനം നിർവഹിച്ച് ഹരിതകർമ്മസേനാംഗങ്ങളെ ആദരിച്ചു. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.